Hello everyone, welcome to Botany Bunny. കേരള PSC ബയോളജിസ്റ്റ് എന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ സെഷനുമായിട്ടാണ് ഇന്ന് ബോട്ടണി ബണി നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽ ബയോളജിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അവിടെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമുക്ക് ടെലിഗ്രാമിൽ ഒരു ചാനൽ ഉണ്ട്, അതിനകത്തും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റീസെൻ്റ് ആയിട്ടുള്ള PSC അപ്ഡേറ്റ്സിനും അതുപോലെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ സെഷൻസിൻ്റെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻസും അവിടെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മറക്കാതെ തന്നെ അതിനകത്തും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ടും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ബോട്ടണി ബണി തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. സോ അങ്ങനെയും സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്തോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ബയോളജിസ്റ്റിനായിട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും റിവിഷൻ ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ടോട്ടൽ നമ്മൾ 600+ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് പുതിയ കേരള PSC പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും MCQസും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന സെഷൻസ് ആയിരിക്കും ബയോളജിസ്റ്റിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ബയോളജിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ മറക്കാതെ തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് തന്നിരിക്കുന്ന നമ്പറിലോട്ട് അയക്കുകയും അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് അതേ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ടും ശ്രദ്ധിക്കുക. അങ്ങനെ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേരും കൂടെ സ്പെസിഫൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ മറക്കാതെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി കുറച്ച് സെഷൻസ് കണ്ടക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ എക്സാം ഉള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യങ്ങളിലൂടെ പഠിച്ചു പോകാനാണ് നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു പോർഷൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ഒരു പോർഷൻസ് കൂടുതൽ സ്ട്രെങ്തോടുകൂടി പഠിക്കാനായിട്ട് ഈ ഒരു ക്വിസും അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നതിൽ ഒരു തരത്തിലും ഡൗട്ട് വേണ്ട. ഉടനെ തന്നെ ജോയിൻ ചെയ്ത് നമ്മളോടൊപ്പം പഠിച്ചു തുടങ്ങുക. The term cell was given by A. Robert Hooke, B. Totem, C. Chevron and D. Barry. Option A. Robert Hooke ആണ് ശരിയായ ഉത്തരം. The branch which deals with the study of cell structure and function is known as A. Histology, B. Ecology, C. Morphology, D. Cytology. Option D. Cytology ആണ് ശരിയായ ഉത്തരം. A plant cell wall is mainly composed of A. protein, B. cellulose, C. lipid, D. starch. Option B. cellulose ആണ് ശരിയായ ഉത്തരം. Microfilaments are composed of a protein which is called as A. tubulin, B. actin, C. lipid, D. chitin. Option B. actin ആണ് ശരിയായ ഉത്തരം. Lysosomes are known as suicidal bags because A. parasitic activity, B. presence of food vacuole, C. hydrolytic activity, D. catalytic activity. Option C. hydrolytic activity ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇവിടെ നമ്മളൊരു ടോപ്പിക്കും കൂടെ പഠിക്കുകയാണ്, ഒരു ചെറിയ കോൺസെപ്റ്റും കൂടെ പഠിക്കുകയാണ്. ലൈസോസോംസ് എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ്സ് എന്ന് പറഞ്ഞാണ് റെഫർ ചെയ്തിരിക്കുന്നത്. The function of centrosome is A. formation of spindle fibers, B. osmoregulation, C. secretion, D. protein synthesis. ഇതിൽ ഏതാണ് സെൻട്രോസോമിന്റെ ഫംഗ്ഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ A. formation of spindle fibers ആണ് ശരിയായ ഉത്തരം. Which of the following is not a eukaryote? Option A. protist, B. plants, C. animals, D. cyanobacteria. So ഇതിനകത്ത് ഏതാണ് യൂക്കാരിയോട്ടിൽ പെടാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ D. cyanobacteria ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഒരു filling the blanks ആണ്. A cell wall is a dash structure. Option A. semi permeable, Option B. selectively permeable, Option C. impermeable, Option D. none. സോ ഇതിനകത്ത് ഏതാണ് ഉത്തരം എന്നുള്ളതാണെങ്കിൽ ഓപ്ഷൻ A. സെമി പെർമിബിൾ ആണ് ശരിയായ ഉത്തരം. The term nucleolus was coined by Option A. Robert Brown, Option B. H. Hooke, Option C. D. Bowman, Option D. Hastin ആണ്. സോ the term nucleolus ആരാണ് കോയിൻ ചെയ്തത്? ഓപ്ഷൻ C. D. Bowman ആണ് ശരിയായ ഉത്തരം. The subunit of ribosomes of a prokaryotic cell are Option A. 60S and 40S, Option B. 20S and 90S, Option C. 50S and 30S, Option D. 30S and 60S. ഇതിൽ ശരിയായ ഉത്തരം 50S and 30S ആണ്.
The genetic material of a prokaryotic cell is known as option A nucleus, option B centrosome, option C nucleoid, option D mesosome. ഇതിൽ ഏതാണ് പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ന്യൂക്ലിയോയിഡ് ആണ് ശരിയായ. ഹു പ്രപ്പോസ്ഡ് സെൽ തിയറി? ആരാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഷീൽഡൻ ആൻഡ് ചെസ്വാൻ, ഓപ്ഷൻ ബി വാട്സൺ ആൻഡ് ക്രീക്ക്, ഓപ്ഷൻ സി മെൻഡൽ ആൻഡ് മോർഗൻ, ഓപ്ഷൻ ഡി റോബർട്ട് ഹുക്ക്. ഓപ്ഷൻ എ ഷീൽഡൻ ആൻഡ് ചെസ്വാൻ ആണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി എക്സെപ്ഷൻ ഓഫ് സെൽ തിയറി? ഇതിൽ ഏതാണ് സെൽ തിയറിയിൽ ഒരു എക്സെപ്ഷൻ കാണിക്കുന്നത്? ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി ലൈക്കൺ, ഓപ്ഷൻ ഡി വൈറസ്. ഓപ്ഷൻ ഡി വൈറസ് ആണ് ശരിയായ ഉത്തരം. ഹു പ്രപ്പോസ്ഡ് ദ തിയറി ദാറ്റ് സെൽസ് അറൈസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്? ആരാണ് സെൽസ് പ്രീ എക്സിസ്റ്റ് ചെയ്ത സെൽസ് എന്നാണ് വരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്തത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മോഹൽ, ഓപ്ഷൻ ബി വെർച്ചോ, ഓപ്ഷൻ സി ഹേക്കൽ, ഓപ്ഷൻ ഡി ബ്രൗൺ. ഓപ്ഷൻ ബി വെർച്ചോ ആണ് ശരിയായ. സൈറ്റോസോംസ് ആർ ഫൗണ്ട് ഇൻ ഡാഷ്. ഓപ്ഷൻ എ ക്ലോറോപ്ലാസ്റ്റ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി മൈറ്റോകോൺഡ്രിയ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. സൈറ്റോസോംസ് എല്ലാത്തിലും കാണാൻ പറ്റുന്നുണ്ട്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ശരിയായ ഉത്തരം. Intracellular compartments are not found in cells of A. lower plants, B. prokaryotes, C. higher plants, D. eukaryotes. Option B. prokaryotes ആണ് ശരിയായ ഉത്തരം. Function of nucleolus. Option A. synthesis of ribosomes. Option B. protein synthesis. Option C. controlling center of the cell. Option D. none. ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സിന്തസിസ് ഓഫ് റൈബോസോംസ് ആണ് ശരിയായ ഉത്തരം. ഇവയിൽ ഏതാണ് നോൺ ലിവിംഗ് സെൽ ഇൻക്ലൂഷൻ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗോൾഗി കോംപ്ലക്സ്, ഓപ്ഷൻ ബി റൈബോസോംസ്, ഓപ്ഷൻ സി സെൻട്രോസോം, ഓപ്ഷൻ ഡി വാക്യൂൾസ്. ഓപ്ഷൻ ഡി വാക്യൂൾസ് ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ക്രിസ്റ്റേ എന്നുള്ളത് ഇതിനകത്ത് ഏതിലേക്കാണ് മാച്ച് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഇൻഫോൾഡിംഗ് ഓഫ് മൈറ്റോകോൺട്രി ആണ്, അതുകൊണ്ട് ഫോർത്ത് ഓപ്ഷൻ ആണ്. സിസ്റ്റർ നിയെ എന്നുള്ളത് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഇൻ ഗോൾഗി അപ്പാരറ്റസ് ആണ്, അതുകൊണ്ട് ബി വന്നിട്ട് സിയിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ഓപ്ഷൻ സി വന്നിട്ട് തൈലക്കോയിഡ്സ് ആണ്. തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള മെംബ്രേനിയസ് സാക്സ് ഇൻ സ്ട്രോമ ആണ്, സോ ഓപ്ഷൻ 1 ആണ്. ദെൻ ഓപ്ഷൻ ഡി ക്രോമാറ്റിൻ. ക്രോമാറ്റിൻ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഓഫ് DNA ആണ്, അതുകൊണ്ട് ഓപ്ഷൻ 2ലേക്കാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. The stalked elementary particle present in the inner surface of inner membrane of mitochondria are called. Option A oxysomes, option B glyoxysomes, option C peroxisomes, option D cristae. Option A oxysomes ആണ് ശരിയായ ഉത്തരം. The cell wall of fungi is made up of option A chitin, option B suberin, option C cellulose, option D pectin. Option A chitin ആണ് ശരിയായ ഉത്തരം. The murin found in bacterial cell wall is a derivative of option A organic acid, option B sugar, option C fat, option D protein. Option B sugar ആണ് ശരിയായ ഉത്തരം. What is the sedimentation constant of prokaryotes? Option A 80s, option B 30s and 20s, option C 40s, option D 70s. So option D 70s ആണ് ശരിയായ ഉത്തരം. Which of the following is correct? Option A cell of living organisms have nucleus. Option B both animal and plant cells have well defined cell wall. Option C in prokaryotes there is no membrane bound organelles. Option D cells are formed de novo from abiotic materials. Option C in prokaryotes there is no membrane bound organelles എന്നുള്ളതാണ് ശരിയായ ഓപ്ഷൻ. The word prokaryote means a cell. Option A with many nuclei, option B with one nucleus, option C with primitive nucleus, option D without chloroplast. Option C with primitive nucleus ആണ് ശരിയായ ഉത്തരം. DNA synthesis take place in option A S phase,
ഓപ്ഷൻ ബി G1 phase, ഓപ്ഷൻ സി G2 phase, ഓപ്ഷൻ ഡി നൺ. DNA സിന്തസിസ് ഏത് ഫേസിലാണ് നടക്കുന്നത്, സെൽ സൈക്കിളിന്റെ ഏത് ഫേസിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ എസ് ഫേസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. When pairing occurs in chromosomes, മിയോസിസിന്റെ ഏത് സ്റ്റേജിലാണ് പെയറിംഗ് ഓഫ് ക്രോമസോംസ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ലെപ്റ്റോട്ടീൻ, ഓപ്ഷൻ ബി സൈഗോട്ടീൻ, ഓപ്ഷൻ സി പാക്കിറ്റീൻ, ഓപ്ഷൻ ഡി ഡയകൈനേസിസിലാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് സ്റ്റേജിലാണ് മിയോസിസിൽ വരുന്ന ഏത് സ്റ്റേജിലാണ് ക്രോമസോം പെയറിംഗ് നടക്കുന്നതിനുള്ള ഉത്തരം ഓപ്ഷൻ ബി സൈഗോട്ടീൻ ആണ്. സൈഗോട്ടീൻ സ്റ്റേജിലാണ് ക്രോമസോമുകൾ പെയറിംഗ് നടക്കുന്നത്. Most active stage of cell cycle is option A prophase, option B metaphase, option C telophase, option D interphase. Option D interphase ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്റർഫേസ് ആണ്. അതാണ് നമ്മുടെ രണ്ട് സക്സസീവായ എം ഫേസുകൾ തമ്മിൽ ഉള്ള ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ഫേസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ടൈമിലാണ് നമ്മൾ സെൽ അതിനെ തന്നെ പ്രിപ്പയർ ചെയ്ത് സെൽ ഗ്രോത്തും DNA റെപ്ലിക്കേഷനും ഒക്കെ ഒരു ഓർഡർലി മാനറിൽ നടത്തണം എന്നുള്ള രീതിയിൽ സെല്ലിനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫേസാണ് ഇന്റർഫേസ്. അതുകൊണ്ട് മോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്റർഫേസ് ആണ്. In G2 phase, a diploid cell contains the amount of DNA equal to G2 ഫേസിൽ ഡിപ്ലോയിഡ് സെല്ലിനകത്തുള്ള എമൗണ്ട് ഓഫ് DNA എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിപ്ലോയിഡ് സെൽ, ഓപ്ഷൻ ബി ടെട്രാപ്ലോയിഡ് സെൽ, ഓപ്ഷൻ സി ഹാപ്ലോയിഡ് സെൽ, ഓപ്ഷൻ ഡി പോളിപ്ലോയിഡ് സെൽ. ഓപ്ഷൻ ബി ടെട്രാപ്ലോയിഡ് സെൽ ആണ് ശരിയായ ഉത്തരം. വാട്ട് ഹാപ്പൻസ് ഇൻ ഇന്റർകൈനേസസ്? ഇന്റർകൈനേസസ് സ്റ്റേജിൽ എന്താണ് നടക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ DNA റെപ്ലിക്കേഷൻ, ഓപ്ഷൻ ബി chromosome duplication, option C preparation of second meiotic division, option D resting stage. So option C preparation of second meiotic division ആണ് ശരിയായ ഉത്തരം. ഇന്റർകൈനേസസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഇന്റർഫേസ് 2 എന്നും പറഞ്ഞ് വിളിക്കാവുന്നതാണ്. ഇതൊരു പീരീഡ് ഓഫ് റെസ്റ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. അതായത് മിയോസിസ് 1ന്റെയും മിയോസിസ് 2ന്റെയും നടുക്ക് നടക്കുന്ന, അതിന് ബിറ്റ്വീൻ ആയിട്ട് നടക്കുന്ന ഒരു പീരീഡ് ഓഫ് റെസ്റ്റ് ആണ് ഇന്റർകൈനേസസ് എന്ന് പറയുന്നത്. ഈ ഇന്റർകൈനേസസ് സ്റ്റേജിനകത്ത് റെപ്ലിക്കേഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല. റെപ്ലിക്കേഷൻ നടക്കുന്നത് ഇന്റർഫേസ് 1ലാണ്. ഇതിനെ നമ്മൾ ഇന്റർഫേസ് 2 എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ. വാട്ട് ക്യാൻ ബി ഒബ്സർവ് ഇൻ ആൻ ഇന്റർഫേസ് ന്യൂക്ലിയസ് അണ്ടർ ദ ലൈറ്റ് മൈക്രോസ്കോപ്പ്? ഓപ്ഷൻ എ ക്രോമസോംസ്, ഓപ്ഷൻ ബി ന്യൂക്ലിയോസോംസ്, ഓപ്ഷൻ സി സെൻട്രോമിയർ, ഓപ്ഷൻ ഡി ഹെട്രോക്രോമാറ്റിൻ. ഇപ്പോൾ ഇന്റർഫേസ് ന്യൂക്ലിയസിനകത്ത് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ഹെട്രോക്രോമാറ്റിൻ ആണ്. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഒരു ടൈറ്റ്ലി പാക്ഡ് ഫോം ഓഫ് DNA ആണ്. ചേഞ്ചസ് ഓഫ് വിച്ച് സ്റ്റേജ് ആർ നോട്ട് വിസിബിൾ അണ്ടർ മൈക്രോസ്കോപ്പ്? ഓപ്ഷൻ എ ഇന്റർഫേസ്, ഓപ്ഷൻ ബി പ്രോഫേസ്, ഓപ്ഷൻ സി മെറ്റാഫേസ്, ഓപ്ഷൻ ഡി അനഫേസ്. ഓപ്ഷൻ എ ഇന്റർഫേസ് ആണ് ശരിയായ ഉത്തരം. വിച്ച് ടൈപ്പ് ഓഫ് ഡിവിഷൻ ലീഡ്സ് ടു പോളിപ്ലോയിഡി? ഓപ്ഷൻ എ ക്രിപ്റ്റോമൈറ്റോസിസ്, ഓപ്ഷൻ ബി മിയോസിസ്, ഓപ്ഷൻ സി എൻഡോമൈറ്റോസിസ്, ഓപ്ഷൻ ഡി എമൈറ്റോസിസ്. ഓപ്ഷൻ സി എൻഡോമൈറ്റോസിസ് ആണ് ശരിയായ ഉത്തരം. എൻഡോമൈറ്റോസിസ് എന്ന് പറയുന്നത് എൻഡോ പോളിപ്ലോയിഡിക്ക് കാരണമാവുന്നുണ്ട്. അതുകൊണ്ടാണ് പോളിപ്ലോയിഡിക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എൻഡോമൈറ്റോസിസ് എന്ന് പറയുന്നത്. എൻഡോമൈറ്റോസിസ് നടക്കുന്നത് ന്യൂക്ലിയർ മെംബ്രെയിനകത്തായിട്ടാണ്. ഇവിടെ സ്പിൻഡിൽ ഫോർമേഷൻസ് ഒന്നും തന്നെ നടക്കുന്നുണ്ടാവില്ല. ടൈപ്പ് ഓഫ് ക്രോമസോം ദാറ്റ് വിൽ അപ്പിയർ ഇൻ L shape ഡ്യൂറിങ് അനഫേസ്. അനഫേസ് സമയത്ത് L ഷേപ്പിൽ അപ്പിയർ ചെയ്ത ക്രോമസോം ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ടീലോസെൻട്രിക്, ഓപ്ഷൻ ബി ആക്രോസെൻട്രിക്, ഓപ്ഷൻ സി മെറ്റാസെൻട്രിക്, ഓപ്ഷൻ ഡി സബ് മെറ്റാസെൻട്രിക്. അപ്പോൾ ഇതൊക്കെ കുറേ ക്രോമസോം ടൈപ്പുകളാണ്. ടീലോസെൻട്രിക്, ആക്രോസെൻട്രിക്, മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഏത് ക്രോമസോമാണ് L ഷേപ്പിന് നമുക്ക് അനഫേസിന്റെ സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം സബ് മെറ്റാസെൻട്രിക് എന്നുള്ളതാണ്. ഇൻ വിച്ച് ഓർഡർ സൈറ്റോകൈനേസസ് ഒക്കർ ഇൻ പ്ലാന്റ്സ്? ഏത് ഓർഡറിലാണ് സൈറ്റോകൈനേസസ് എന്ന് പറയുന്നത് പ്ലാന്റിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സെൻട്രിപിറ്റൽ, ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗൽ, ഓപ്ഷൻ സി ഒബ്ലിക്, ഓപ്ഷൻ ഡി ഇക്വറ്റോറിയൽ. സോ ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗൽ ആണ് ശരിയായ ഉത്തരം.
ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് ഇസ് ഇൻഡയറക്റ്റ് ആയിട്ട് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നത് ഏത് സ്റ്റേജസിലാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മൈറ്റോസിസ്, ഓപ്ഷൻ ബി മിയോസിസ്, ഓപ്ഷൻ സി എമൈറ്റോസിസ്, ഓപ്ഷൻ ഡി എ ആൻഡ് ബി ബോത്ത്. ഓപ്ഷൻ ഡി എ ആൻഡ് ബി ആണ്, അതായത് മൈറ്റോസിസിലും മിയോസിസിലുമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് നടക്കുന്നത്. Which protein is a key regulator of cell cycle? ഇതിൽ ഏത് പ്രോട്ടീൻ ആണ് സെൽ സൈക്കിളിലെ കീ റെഗുലേറ്റർ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹിസ്റ്റോൺ, ഓപ്ഷൻ ബി ഇന്റർലൂക്കിൻ, ഓപ്ഷൻ സി ഇന്റർഫെറോൺ, ഓപ്ഷൻ ഡി സൈക്ലിൻ. ഓപ്ഷൻ ഡി സൈക്ലിൻ ആണ് ശരിയായ ഉത്തരം. Which part of plant is suitable for the study of meiosis? മിയോസിസ് സ്റ്റഡി ചെയ്യുമ്പോൾ ഏത് പ്ലാന്റിന്റെ ഭാഗമാണ് ഈസി ആയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റൂട്ട് അപെക്സ്, ഓപ്ഷൻ ബി ഓവറി, ഓപ്ഷൻ സി ആന്തർ, ഓപ്ഷൻ ഡി ഷൂട്ട് അപെക്സ്. ഇതിൽ ഓപ്ഷൻ സി ആന്തർ ആണ്. ആന്തർ എന്ന് പറയുന്നത് മെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. ആന്തർ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റഡി ചെയ്യാനുള്ള സ്യൂട്ടബിൾ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഫോർ മിയോസിസ്. Colchicine, a mitotic poison, arrests the cell division in option A G1 phase, option B G2 phase, option C anaphase, option D metaphase. ഇതിൽ ഏത് സ്റ്റേജിനെയാണ് മൈറ്റോട്ടിക് പോയിസൺ ആയ കോൾച്ചിസിൻ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി മെറ്റാഫേസ് ആണ് ശരിയായ ഉത്തരം. ന്യൂക്ലിയർ എൻവലപ്പ് reappears at option A metaphase, option B prophase, option C anaphase, ഓപ്ഷൻ ഡി ടീലോഫേസ്. ന്യൂക്ലിയർ എൻവലപ്പ് പിന്നെയും റീഅപ്പിയർ ചെയ്യുന്നത് എവിടെയായിട്ടാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ടീലോഫേസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സ്ലിപ്പിംഗ് ഓഫ് കയസ്മാറ്റ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ബൈവാലന്റ് ഇസ് കോൾഡ് ആസ്. എന്താണ് സ്ലിപ്പിംഗ് ഓഫ് കയസ്മാറ്റ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ബൈവാലന്റിനെ എന്ത് പേര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടെർമിനലൈസേഷൻ, ഓപ്ഷൻ ബി ഡയകൈനേസിസ്, ഓപ്ഷൻ സി ഇന്റർകൈനേസിസ്, ഓപ്ഷൻ ഡി ഹെട്രോപിഗ്നോസിസ്. അപ്പോൾ ഓപ്ഷൻ എ ടെർമിനലൈസേഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. The cellular structure which disappear during mitosis is option A plasma membrane, option B nuclear membrane, option C mitochondria, option D nuclear membrane and nucleolus. ഏത് സെല്ലുലാർ സ്ട്രക്ചർ ആണ് മൈറ്റോസിസിന്റെ സമയത്ത് ഡിസപ്പിയർ ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ന്യൂക്ലിയർ മെംബ്രൈൻ ആൻഡ് ന്യൂക്ലിയോലസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മിയോസിസ് ടേക്ക് പ്ലേസ് ഇൻ ഓപ്ഷൻ എ ആപ്പിക്കൽ മെരിസ്റ്റം, ഓപ്ഷൻ ബി intercalary meristem, ഓപ്ഷൻ സി റീപ്രൊഡക്റ്റീവ് സെൽസ്, ഓപ്ഷൻ ഡി വെജിറ്റേറ്റീവ് സെൽസ്. മിയോസിസ് ഇതിൽ ഏതിലാണ് നടക്കുന്നതെന്നാണ് ചോദ്യം. മിയോസിസ് എന്ന് പറയുന്നത് ഒരു റിഡക്ഷൻ ഡിവിഷൻ ആണ്, അതുകൊണ്ട് തന്നെ അത് റീപ്രൊഡക്റ്റീവ് സെൽസിനകത്താണ് മിയോസിസ് നടക്കുന്നത്. ക്രോമസോം എക്സിബിറ്റ് ഹൈ ലെവൽ ഓഫ് കോയിലിംഗ് അറ്റ് വിച്ച് ഫേസ് ഓഫ് കാരിയോകൈനേസിസ്. കാരിയോകൈനേസിന്റെ ഏത് ഫേസിലാണ് ക്രോമസോംസ് കോയിലിംഗ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രോഫേസ്, ഓപ്ഷൻ ബി മെറ്റാഫേസ്, ഓപ്ഷൻ സി ടീലോഫേസ്, ഓപ്ഷൻ ഡി ഇന്റർഫേസ്. ഓപ്ഷൻ ബി മെറ്റാഫേസ് എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ബൊക്കറ്റ് സ്റ്റേജ് ഒക്കർ ഇൻ വിച്ച് സബ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1. പ്രോഫേസ് 1ന്റെ ഏത് സ്റ്റേജിലാണ് സബ് സ്റ്റേജിലാണ് ബൊക്കറ്റ് സ്റ്റേജ് നടക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ പ്രോഫേസ് എന്ന് പറയുന്നത് മിയോസിസിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ്. മിയോസിസിൽ പല സ്റ്റേജുകളുണ്ട്, പ്രോഫേസ്, അനഫേസ്, ടീലോഫേസ്, മെറ്റാഫേസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ പ്രോഫേസിൽ വരുന്ന ഒരു സബ് സ്റ്റേജ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ലെപ്റ്റോട്ടീൻ, ഓപ്ഷൻ ബി സൈഗോട്ടീൻ, ഓപ്ഷൻ സി പാക്കിറ്റീൻ, ഓപ്ഷൻ ഡി ഡിപ്ലോട്ടീൻ. അപ്പോൾ ഇതിനകത്ത് ബൊക്കറ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ലെപ്റ്റോട്ടീൻ ആണ് ശരിയായ ഉത്തരം. The synaptonemal complex is A between homologous chromosome, B in zygotine stage, C composed of DNA and protein, option D all of the above. Option D all of the above ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ഇത് ഫോം ചെയ്യുന്നതും ബിറ്റ്വീൻ ദ ഹോമോലോഗസ് ക്രോമസോം ആയിട്ടായിരിക്കും. സൈഗോട്ടീൻ സ്റ്റേജ് മിയോസിസിന്റെ സൈഗോട്ടീൻ സ്റ്റേജിലാണ് നമുക്ക് ഈ സിനാപ്റ്റോനോമൽ കോംപ്ലക്സ് വരുന്നത്. അതുപോലെ ഇതിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത് DNA പ്രോട്ടീനും ഒക്കെ വെച്ചിട്ടാണ്. റീകോമ്പിനേഷൻ്റെ ഒക്കെ സമയത്താണ് ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത്. At anaphase 2 of meiosis, each chromosome contain option A 4 DNA, option B 3 DNA, option C 2 DNA, option D 1 DNA. Anaphase 2 of meiosis നകത്ത് എത്ര DNA ഉണ്ടാവും എന്നുള്ളതാണ്
ഓരോ ക്രോമസോമിനകത്തും എത്ര DNA ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി 1 DNA എന്നുള്ളതാണ് ശരിയായ ഉത്തരം. In human cell, how many chromosomes are present in mitotic metaphase plate? ഹ്യൂമൻ സെല്ലിനകത്ത് എത്ര ക്രോമസോംസ് ആണ് മൈറ്റോട്ടിക് മെറ്റാഫേസ് പ്ലേറ്റിനകത്ത് കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 23 chromosomes, ഓപ്ഷൻ ബി 46 chromosomes, ഓപ്ഷൻ സി 22 chromosomes ആൻഡ് ഓപ്ഷൻ ഡി 44 chromosomes. അപ്പോൾ ഓപ്ഷൻ ബി 46 chromosome ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Which one of the following is not true for meiosis? മിയോസിസിനെ പറ്റി ഇതിനകത്ത് ശരിയല്ലാത്ത, അതായത് ഫോൾസ് ആയ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. എ ഇറ്റ് ഒക്കർ ഇൻ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂ ഓൺലി. ബി ക്രോമസോം അണ്ടർഗോ പെയറിംഗ് ഇൻ ഏർലി പ്രൊഫേസ് 1. സി ക്രോമസോം ഡു നോട്ട് എക്സ്ചേഞ്ച് പാർട്ട്. ഡി സെൻട്രോമിയർ ഡു നോട്ട് ഡിവൈഡ് ഡ്യൂറിംഗ് അനഫേസ് 1. അപ്പോൾ ഓപ്ഷൻ എ ഇറ്റ് ഒക്കർ ഇൻ റീപ്രൊഡക്റ്റീവ് ടിഷ്യൂ ഓൺലി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നമ്മൾ പറഞ്ഞു അല്ലേ, മിയോസിസ് എന്ന് പറയുന്നത് ഒരു റിഡക്ഷൻ ഡിവിഷൻ ആണ്. അത് റീപ്രൊഡക്റ്റീവ് ടിഷ്യൂവിനകത്താണ് മെയിനായിട്ട് നടക്കുന്നത്. ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിവിഷൻ ഫേസ് ആൻഡ് സ്റ്റാർട്ട് ഓഫ് DNA replication എന്ന് പറയുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ G1 ഫേസ്, ഓപ്ഷൻ ബി G2 ഫേസ്, ഓപ്ഷൻ സി M ഫേസ്, ഓപ്ഷൻ ഡി ഇന്റർകൈനേസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ G1 ഫേസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. In animals, active mitosis can be observed at option A base of nails, option B at the apex of hairs, option C dermis of skin, option D glands. ഓപ്ഷൻ എ at the base of nails ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Cell cycle can remain arrested at option A G1 phase, option B S phase, option C G2 phase, option D M phase. അപ്പോൾ സെൽ സൈക്കിൾ ഏത് ഫേസിലാണ് അറസ്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ G1 ഫേസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. The longest phase in meiotic division is option A prophase 1, option B metaphase 1, option C prophase 2, option D anaphase 1. ഇതിനകത്ത് ഏതാണ് മിയോട്ടിക് ഡിവിഷനിലെ ലോങ്സ്റ്റ് ഫേസ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രോഫേസ് 1 ആണ് ശരിയായ ഉത്തരം. Which of the following are mitotic poisons? ഇതിൽ ഏതാണ് മൈറ്റോട്ടിക് പോയിസൺ ആയിട്ട് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കോൾച്ചിസിൻ, ഓപ്ഷൻ ബി മസ്റ്റാർഡ് ഗ്യാസ് ആൻഡ് അസൈഡ്സ്, ഓപ്ഷൻ സി സയനൈഡ്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഇതിനകത്ത് ഈ പറയുന്ന കോൾച്ചിസീനും മസ്റ്റാർഡ് ഗ്യാസ്, അസൈഡ്സ്, സൈനൈഡ്സ് ഇതെല്ലാം തന്നെ മൈറ്റോട്ടിക് പോയിസൺസ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് ശരിയായ ഉത്തരം. Spindle fibers which extend from pole to kinetochores are option A chromosomal or tractile fibers, option B interzonal fibers, option C supporting fibers, option D astral fibers. Spindle fibers which extend from pole to kinetochore നമ്മൾ വിളിക്കുന്നത് chromosomal അല്ലെങ്കിൽ tractile fibers എന്ന് പറഞ്ഞിട്ടാണ്. സോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസും സജഷൻസും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മി യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.